To view this video in English, please click the link given above. 10th ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ സീരീസ് ആൻഡ് പാരലൽ കണക്ഷനും അതിൻ്റെ ഇംപ്ലിക്കേഷൻസും എല്ലാം, അതായത് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ഭാഗമാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഏതൊരു ഇലക്ട്രിക്കൽ അപ്ലയൻസും കുറച്ച് നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചൂടാകുന്നത് നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് മടി വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഹീറ്റ് അനുഭവപ്പെടും, അല്ലേ? അത് ചൂടാവുകയാണ്. അവിടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ജോലിയാണോ ചൂടാവുക എന്നുള്ളത്? അല്ല, ഈ ചൂട് അനാവശ്യമായിട്ട് അവിടെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ഫാൻ കുറേ നേരം ഓൺ ചെയ്ത് വെച്ചാൽ ഫാൻ ചൂടാകും. അതല്ല, നമ്മൾ ടി വി കുറേ നേരം ഓൺ ചെയ്തിട്ടിരുന്നാൽ ടി വി ചൂടാകും. അല്ല, നമ്മൾ മിക്സിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ 1-2 മിനിറ്റ് ഒന്ന് റൺ ചെയ്യുമ്പോൾ തന്നെ മിക്സി നല്ലപോലെ ചൂടാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വേസ്റ്റേജ് ആണ്, അല്ലേ? നമുക്ക് വേണ്ട ജോലിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ധാരാളം ഇലക്ട്രിസിറ്റി ഹീറ്റായിട്ട് വേസ്റ്റായി പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടത് മിക്സിക്ക് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മിക്സി അരച്ച് തരിക അല്ലെങ്കിൽ പൊടിച്ച് തരിക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഈ ചൂടായി പോകുമ്പോൾ അത്രയും എനർജി എന്താണ്? വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ തന്നെ ജീവിതത്തിൽ നമുക്ക് പല ഘട്ടങ്ങളിലും ചൂടായിട്ട് തന്നെ നമുക്ക് എനർജി ആവശ്യമുണ്ട്, അല്ലേ? ഫോർ എക്സാമ്പിൾ, നമുക്ക് തുണി തേക്കുമ്പോൾ നമുക്ക് അയൺ ബോക്സ് നല്ല ചൂടായാൽ മാത്രമേ ചുളിവുകൾ മാറുകയുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് വേണ്ടത്? എനർജി ഹീറ്റായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി തണുപ്പത്ത് നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ ഗീസറിൽ വെള്ളം ചൂടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അവിടെയും എനർജി എന്തായിട്ട് വേണം? നമുക്ക് ഹീറ്റ് എനർജി ആയിട്ടാണ് വേണ്ടത്. അതുപോലെ ഇലക്ട്രിക് ടോസ്റ്റർ, ബ്രെഡ് ടോസ്റ്റ് ചെയ്യണേ നമുക്ക് ഹീറ്റായിട്ട് വേണം. കേക്ക് ബേക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് അവനാണെങ്കിൽ നമുക്ക് വീണ്ടും ഇലക്ട്രിസിറ്റി ഹീറ്റായിട്ടാണ് വേണ്ടത്. അതല്ലെങ്കിൽ കെറ്റിൽ വെള്ളം തിളപ്പിക്കുമ്പോഴും നമുക്ക് ഹീറ്റായിട്ടാണ് വേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള അപ്ലയൻസിലൊക്കെ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഹീറ്റായിട്ട് വേസ്റ്റ് ആവുന്ന അതിന് പകരം അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു എലമെൻ്റ് ഉണ്ട്. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വയറാണ്. അത് ഹൈ റെസിസ്റ്റൻസ് ഉള്ള വയറാണ്. ഓക്കെ, ഹൈ റെസിസ്റ്റിവിറ്റി, അതുകൊണ്ട് തന്നെ ഹൈ റെസിസ്റ്റൻസ്. അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ് വരുമ്പോൾ കറണ്ടിന് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അതിനനുസരിച്ച് അത് എന്ത് ചെയ്യും? ഹീറ്റ് ആവുകയും ചെയ്യും. ആ ഹീറ്റാണ് നമ്മൾ ഈ എല്ലാ അപ്ലയൻസിലും ഉപയോഗിക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇത് ആദ്യമായി പറഞ്ഞത് ജൂൾ എന്നൊരു സയൻറ്റിസ്റ്റ് ആണ്. ഇതിനെ നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് അതിനകത്തെ എലമെന്റ് എന്ന് വിചാരിക്കാം. ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. ഓക്കെ, ഇതൊരു ഫുൾ സർക്യൂട്ട് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഹൈ റെസിസ്റ്റിവിറ്റി ആണ് വെക്കുന്നത്. അപ്പോൾ 6 ഉണ്ട്. ഇതിന്റെ കറണ്ട് എന്ന് പറയുന്നത് I ആണ്. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്ര സമയം കടന്നു പോകുന്നുണ്ട്? T സമയത്താണ് കടന്നു പോകുന്നത്. അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗിന്റെ ഫോർമുല അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി കറണ്ട്. ഈ കടന്നു പോകുന്ന കറണ്ടിന്റെ സ്ക്വയർ ആണ് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് കൂടും. ഇനി രണ്ടാമത് പറയുന്നത് ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെയും നമ്മൾ റെസിസ്റ്റിവിറ്റി കൂടുതലുള്ള ഒരു അലോയ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഹീറ്റ് ലഭ്യമാകും. കാരണം അതിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ്ഡും കൂടുതലായിരിക്കും. ഇനി വീണ്ടും ടൈമുമായിട്ടും അത് റിലേറ്റഡ് ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ ഹീറ്റ് കിട്ടും. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് H is equal to I² RT എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗിന്റെ ഇക്വേഷൻ. ഇത് പറയുന്നത് ഒരു റെസിസ്റ്ററിൽ R റെസിസ്റ്റൻസും കറണ്ട് I കടന്നു പോകുന്നു T സമയത്തേക്ക്. അപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി കറണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അപ്പോൾ H is equal to I² RT. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എനർജിയാണ്, അല്ലേ? അപ്പോൾ എനർജിയുടെ ഫോർമുല എന്താണ്? എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈം ആണ്. അപ്പോൾ പവർ എന്ന് പറയുന്നത് ഒരു വർക്ക് ഡൺ ആണ്, അല്ലേ? വർക്ക് ഡൺ ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ടൈം ആണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ബൈ ടൈം ആണ്. അപ്പോൾ ഡബ്ല്യുവിന് നമ്മൾ ഓൾറെഡി പണ്ടൊരു ഇക്വേഷൻ പഠിച്ചു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു W/Q. ഇവിടെയാണ് നമ്മൾ W പഠിച്ചുള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? V/Q. അപ്പോൾ നമുക്കിവിടെ V/Q എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V/Q അപ്പോൾ T. ഇനി ഈ Q/T നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു മറ്റൊരു ഇക്വേഷനിൽ. I is equal to Q upon
ടി. അപ്പോൾ ക്യൂ ബൈ ടി എന്താണ്? ഐ. അപ്പോൾ ഞാനിവിടെ ഈ ക്യൂ ബൈ ടിക്ക് പകരം ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്താണ് ഇക്വേഷൻ ലഭിക്കുന്നത്? വി ഐ. അപ്പോൾ ഞാൻ കണ്ടു പവർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു കറന്റ് ആണ്. ഇതാണ് പവറിന്റെ ഫോർമുല, പി ഈസ് ഈക്വൽ ടു വി ഐ. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? എനർജിയാണ്. എനർജി എന്താണ്? പി ഇൻറ്റു ടി ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പവറിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? വി ഐ ഇൻറ്റു ടി. അപ്പോൾ വി ഐ ടി എന്ന് കിട്ടി. അപ്പം എനർജി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹീറ്റ് എനർജി ഇസ് ഈക്വൽ ടു വി ഐ ടി. ഇനി ഓംസ് ലോയിൽ വി എന്താണ്? വി ഇസ് ഈക്വൽ ടു ഐ ആർ. സോ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ ആർ ഇൻറ്റു ഐ ഇൻറ്റു ടി എന്ന് എഴുതി. ഇവിടുത്തെ വിക്ക് പകരം ഞാൻ ഐ ആർ എഴുതി. അപ്പോൾ ഈ ഐയും കൂടി ചേർന്ന് ഐ സ്ക്വയർ ആർ ടി. ഇവിടെ എന്താണുള്ളത്? ഹീറ്റ് എനർജി അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല കിട്ടിയില്ലേ? ഐ സ്ക്വയർ ആർ ടി. ഈ ഡെറിവേഷൻ ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് വേണ്ടത് എനർജി അല്ലെങ്കിൽ ഹീറ്റ് എത്രയെന്നുള്ളതാണ്. ഹീറ്റ് എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈമാണ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവർ. അപ്പോൾ നമുക്കിവിടെ നോക്കാം, വർക്ക് ഡണ്ണും ബൈ ടൈം, റേറ്റ് ഓഫ് ഡൂയിങ്. അപ്പോൾ ഈ വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ കണ്ടു, വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ഈ ഇക്വേഷന് ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി ക്യൂ എന്ന് ലഭിച്ചു. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വി ക്യൂ ബൈ ടി എന്ന് കിട്ടി. ഇനി ക്യൂ ബൈ ടി എടുത്താൽ അത് ഐ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വി ഐ എന്നായി. ഇനി പവർ ഇൻറ്റു ടൈം ആണ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ പിക്ക് പകരം വി ഐ നമ്മൾ ഇട്ടു. അപ്പോൾ വി ഐ ടി ആയി. വി ഓംസ് ലോ അനുസരിച്ച് ഐ ആർ ആണ്. സോ ഐ ആർ ഇൻറ്റു ഐ ഇൻറ്റു ടി ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ നമുക്ക് ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആപ്ലിക്കേഷൻസ് നോക്കാം. നമ്മുടെ പുസ്തകത്തിൽ 3 ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹീറ്റിംഗ് അപ്ലയൻസസ് ആണ്. ഈ ഹീറ്റിംഗ് അപ്ലയൻസസിൽ നമുക്ക് എനർജി എന്ത് ഫോമിലാണ് വേണ്ടത്? ഹീറ്റിൻ്റെ ഫോമിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഇലക്ട്രിക് അയൺ, ടോസ്റ്റർ, കെറ്റിൽ, ഇലക്ട്രിക് അവൻ, ഗീസർ അതെല്ലാമാണ്. ഇനി രണ്ടാമതൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബൾബാണ്. ബൾബിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഹീറ്റ് അല്ല, എങ്കിൽ കൂടിയും ഹീറ്റ് ആകുന്നതിന് ഫലമായിട്ടാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കറന്റ് ബൾബിനകത്തുകൂടി പാസ് ചെയ്യുമ്പോൾ ബൾബിനകത്ത് ഒരു ഫിലമെന്റ് ഉണ്ട്. ആ ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എക്സാക്ട്ലി ടങ്സ്റ്റൺ കൊണ്ട് അല്ലേ? ഈ ടങ്സ്റ്റൻ്റെ ഒരു പ്യുവർ മെറ്റലാണ്. ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. കൂടാതെ നിങ്ങളിപ്പോൾ ഒരു ഫിലമെന്റ് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അത് വളരെ ഇങ്ങനെ കോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്, സ്പ്രിങ് പോലെ. അതുപോലെ തന്നെ അത് വളരെ തിന്നാണ്, ഒരു ഹെയർ സ്ട്രാൻഡിൻ്റെ അത്രയും പോലും തിക്നെസ് ഇല്ലാതെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ? നമ്മൾ അവിടെ പഠിച്ചത് എന്താ? ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റി വയ്ക്കുമ്പോൾ അത്രയും ലെങ്ത് കൂടുമല്ലേ? സോ അത്രയും റെസിസ്റ്റൻസ് കൂടി. അതുപോലെ തന്നെ ഏരിയ കുറച്ചാലും റെസിസ്റ്റൻസ് കൂടും. ഇവിടെ തിന്നാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? അത്രയും റെസിസ്റ്റൻസ് കൂട്ടി കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടും. ഓൾറെഡി റെസിസ്റ്റിവിറ്റി ഉള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഫാക്ടേഴ്സ് കൊണ്ട് റെസിസ്റ്റൻസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നല്ല കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഫിലമെന്റ് ഈ റെസിസ്റ്റൻസ് കൊണ്ട് ഈ കറണ്ടിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, എനർജി ഹീറ്റായിട്ട് പുറത്തു വരും. ആ ചൂട് കൊണ്ട് ആ ടങ്സ്റ്റൺ ഫിലമെന്റ് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ചൂടായി അത് ഗ്ലോ ആയി ലൈറ്റ് പുറത്തു വിടും. പക്ഷെ നമുക്കറിയാം ഇവിടെ ധാരാളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ബൾബൊക്കെ ഇട്ടിരുന്നാൽ നമുക്ക് ചൂടുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം അതിനകത്ത് ബൾബിനകത്ത് ഒരു ഇനേർട്ടായിട്ടുള്ള ഗ്യാസ്, നൈട്രജൻ അല്ലെങ്കിൽ ആർഗൺ പോലുള്ള ഗ്യാസസ് നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തെർമലി ഐസൊലേറ്റഡ് ആണ്, ഹീറ്റിനെ പുറത്തോട്ട് വരാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് അത്ര ചൂട് അനുഭവപ്പെടില്ല. പക്ഷെ നമുക്ക് ലൈറ്റ് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൾബ് നമുക്ക് ലൈറ്റാണ് തരുന്നതെങ്കിലും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഫ്യൂസ് ആണ്. ഫ്യൂസിനെ കുറിച്ച് നമ്മൾ മാഗ്നറ്റിസം ചാപ്റ്ററിൽ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ഫ്യൂസ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ് അല്ലേ? നമ്മുടെ വീട്ടിലെ സർക്യൂട്ടിൽ എക്സസ് ആയിട്ടുള്ള കറണ്ട് എപ്പോഴെങ്കിലും കയറി വന്നാൽ ആ ഫ്യൂസ് വയർ മെൽറ്റ് ആയിട്ട് നമ്മുടെ ഗാഡ്ജറ്റ്സിനെയൊക്കെ സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫ്യൂസ് വയറിൻ്റെ ഫംഗ്ഷൻ. ഇപ്പോൾ ഫ്യൂസ് വയർ പല റേറ്റിംഗിൽ വരും. 1 ആംപിയർ, 2 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ, 13 ആംപിയർ, 15 ആംപിയർ. പക്ഷെ അതിൽ കൂടുതൽ കറണ്ട് വന്നാൽ ഫ്യൂസ് അങ്ങ് മെൽറ്റായി പോകും. അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്യുവർ കോപ്പർ അല്ല, ടിൻ പ്ലേറ്റഡ് കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അത് മെൽറ്റായി പോയി. അപ്പോൾ സർക്യൂട്ട് ബ്രേക്ക് ആവും. അങ്ങനെ നമ്മുടെ ഗാഡ്ജറ്റ്സ് ഒക്കെ കത്തിപ്പോകാതെ സേഫ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഹീറ്റിംഗ് ഇഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ അവസാനമായി പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പവറിനെ കുറിച്ചാണ്. പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റി എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്.
സാധാരണ രീതിയിൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ടു? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം അല്ലേ? അപ്പോൾ ഈ ഫോർമുലയിൽ നമ്മൾ കണ്ടു വർക്ക് ഡൺ ഈസ് വി ക്യൂ ബൈ ടി. അപ്പോൾ ക്യൂ ബൈ ടി അറിയാമെന്ന് കണ്ടു. പി ഈസ് ഈക്വൽ ടു വി ഐ. അപ്പോൾ പവറിന്റെ ഫോർമുല എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു വി ഐ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ഇലക്ട്രിക്കൽ എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പവർ ആണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇവിടെ നമുക്ക് കാരണം നമ്മൾ എന്തിനാണ് ഇത് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ടിനെ നമ്മൾ പേ ചെയ്യണം അല്ലേ? അപ്പോൾ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്നതിനനുസരിച്ചാണ് അവർ നമുക്ക് ആ ബില്ല് തരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. ഇനി ഇതിനെ മറ്റൊരു തരത്തിൽ എഴുതിയാലോ? പി ഈസ് ഈക്വൽ ടു വി എന്താണ്? അക്കോർഡിംഗ് ടു ഓംസ് ലോ ഐ ആർ ആണ് അല്ലേ? ഐ ആർ ഇൻറ്റു ഐ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അപ്പോൾ ഇത് പവറിൻ്റെ രണ്ടാമത്തെ ഫോർമുലയാണ്. ഇനി മൂന്നാമത്തെ ഫോർമുലയിൽ നമുക്ക് വി അങ്ങനെ തന്നെ വെക്കാം. പക്ഷേ ഐ ഓംസ് ലോ അനുസരിച്ച് വി ബൈ ആർ ആണ് അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതിയാം? പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇത് നമുക്ക് മൂന്നാമത്തെ ഫോർമുലയായിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് പവറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുല. പക്ഷേ നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഏതാണോ സ്യൂട്ടബിൾ അതനുസരിച്ചുള്ള ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ പവർ എത്ര ടൈം ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ എനർജി. പവർ ഇൻറ്റു ടൈമാണ് എനർജി. അപ്പോൾ നമ്മൾ എത്ര എനർജി നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചു എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സാധാരണയായിട്ട് പവറിൻ്റെ യൂണിറ്റ്സ്, അപ്പോൾ ഞാൻ പവർ ഈസ് ഈക്വൽ ടു വി ഐ എന്ന് എഴുതിയാൽ ഇവിടെ നമുക്കറിയാം പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. ഓക്കെ, ഇവിടെ വി എന്ന് പറയുന്നത് വോൾട്ടാണ്, കറണ്ട് എന്ന് പറയുന്നത് ആംപിയർ ആണ് അല്ലേ? നമ്മൾ യൂണിറ്റ് പറഞ്ഞാൽ അപ്പോൾ വോൾട്ട് ഇൻറ്റു ആംപിയർ ആണ് എന്ത്? വാട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പവർ ഇൻറ്റു ടൈം ആണ് എനർജി. നമ്മൾ ഉപയോഗിക്കുന്ന എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം പവർ എത്ര നേരം ഉപയോഗിച്ചു എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു 10 മണിക്കൂർ ഒരു ബൾബ് ഉപയോഗിച്ചു, മറ്റേ ഒരാൾ 5 മണിക്കൂർ ഉപയോഗിച്ചുള്ളെങ്കിൽ ആ ഡിഫറൻസ് എന്തായാലും കാണും എനർജി എടുത്തതിൽ അല്ലേ? അപ്പം അതിനനുസരിച്ച് നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ പവർ ഇൻറ്റു ടൈം, പവറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് കണ്ടു? വാട്ടാണെന്ന് കണ്ടു. ഇവിടെ നമ്മൾ അവറാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഒരു ഗാഡ്ജറ്റും ഒരു സെക്കൻഡിലേക്ക് ഉപയോഗിക്കാറില്ല, എല്ലാം കുറേ മണിക്കൂറുകളോളമാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഉപയോഗിക്കുന്ന ഇവിടെ പ്രായോഗികമല്ല, വാട്ട് അവറാണ്. പക്ഷേ നമ്മൾ ഹൗസ് ഹോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വാട്ടും ഒരു ചെറിയ യൂണിറ്റ് തന്നെയാണ്. നമുക്ക് കുറച്ചും കൂടി വലിയ യൂണിറ്റാണ് അവിടെ ആവശ്യം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കിലോ വാട്ടാണ്. കിലോ വാട്ട് അവറാണ് ഉപയോഗിക്കുന്നത്. കിലോ എന്ന് പറയുമ്പോൾ എത്രയാണ്? മൾട്ടിപ്ലൈഡ് ബൈ 1000 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി 1 കിലോ വാട്ട് അവറിനെ ജൂളിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എത്ര വാട്ടാണ്? 1000 വാട്ട് ഇൻറ്റു അവറെ നമ്മൾ സെക്കൻഡിലാക്കിയാലോ 60 ഇൻറ്റു 60 അല്ലേ? 60 സെക്കൻഡ് 60 മിനിറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 6 36 5 0 ഉണ്ട് അല്ലേ? ഇനി നമുക്ക് എക്സ്പോണൻ്റ് ആയിട്ട് എഴുതിയാൽ ഇതൊരു വലിയ നമ്പർ അല്ലേ? അപ്പോൾ 3.6 ഇൻറ്റു ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് കൊടുത്തു? 6. അപ്പോൾ 10⁻6. ഇതെന്താണ്? നമ്മൾ വാട്ട് സെക്കൻഡിൽ എഴുതി. ഇവിടെ നമ്മൾ എഴുതുന്നത് എന്താണ്? ജൂൾ. സോ 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻6 ജൂൾസ് എന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായാൽ ഏതൊരു ന്യൂമറിക്കൽ എന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നിങ്ങൾ അതിൻ്റെ തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക, പിന്നെ ഏത് ഇക്വേഷനാണോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക. ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലെസൺസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.